السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. പിർസത്തെ സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശന ജീവനത്തിൽ എല്ലാ സന്ദർഭത്തിലും പാലിച്ചിട്ട് അള്ളാഹുരെ ഇഷ്ടപ്പെടുற നല്ല വിശ്വാസിമാരെ കൂട്ടത്തിൽ പെടുകു ശ്രമിക്കണു ചൊന്തു വസിയത്താക്കിയുള്ള നസീഹത്താക്കിയുള്ള അങ്ങനെ ഉള്ള നല്ല വിശ്വാസിമാരിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജ തിങ്കളായിട്ടിക്കറ് ഞങ്ങൾ ഉള്ളത്. ഈ ഒരു തിങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാക്കിയെങ്കത്തെ ഹജ്ജ് ചൊല്ലെ ഇബാദത്ത് ഉള്ളതായ ഒരു തിങ്കളായിട്ടിക്കർ. ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ಗೊತ್ತುಂಟು, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ പ്രಕಾರ, കൽപ്പന പ്രಕಾರ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനൗൺസ് ആക്കിയതായ, പ്രഖ്യാപിച്ചതായ ഹജ്ജ് ചൊല്ലതായ ഈ ഒരു ഇബാദത്ത് അല്ലാഹു ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിഷയത്തിൽ ചൊന്നതുപോലെ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, നിങ്ങൾ ആൽമാരൊട്ടിಗೆ ഹജ്ജിಗೆ ಬರಗು വേണ്ടിയിട്ട് നിങ്ങൾ അനൗൺസ് ആക്കണം. അങ്ങനെ ആക്കിയിട്ടായെങ്കിൽ തൂക റിജാലൻ വഅല കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, ദുനിയാവുരെ എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും ഹജ്ജിಗೆ വേണ്ടിയിട്ട് ആൽമാർ ബണ്ടാറ് ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമരൊട്ടിಗೆ ചൊന്നെ ആ ഒരു പലക്ക നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണ്ട് എത്രമാ ആയിരക്കണക്കിന് ആൾമാർ, ലാക്ക് കണക്കിന് ആൾമാർ ഓരോ വർഷവും കലിയുമ്പത്തും യാറ ഹജ്ജിಗೆ ആൾമാർ ബന്നുല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള വിശ്വാസിമാരെ മനസ്സിൽ, മുഅ്മിനരെ മനസ്സിൽ ഈ ഒരു റായത്തൊട്ടിಗೆ മക്ക മദീന ചൊല്ല റായവും ആ ഹജ്ജിന്റെ വിഷയത്തിലും അള്ളാഹു ഇട്ടുകൊടുത്തതായ ആ ഒരു പിർസ അല്ലെങ്കിൽ ആ ഒരു ഗൗരവ ಅದರ ഭാഗമായിട്ട് ആൽമാർ വന്നുമില്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട ಅದರ മഹത്വം അല്ല നമുക്ക് ಗೊತ್ತುಂಟು. അള്ളാഹു ഖുർആനിൽ ചൊന്നതുപോലെ വഅലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല, ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും താക്കത്തിന്നതായ ഒരാളുടെ സംബന്ധിച്ചിടത്തോളം, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹ്റമു ഉണ്ടായെങ്കിൽ പിന്നെ എനിക്ക് ഹജ്ജ് നിർബന്ധമായിട്ടിരിക്കും. അയെങ്കിലുണ്ട് ഞങ്ങൾ കണ്ടത്
ഈ എല്ലാ രൂപത്തിലുള്ള താക്കത്ത് ഇന്നിട്ട് പോലും, അല്ലെങ്കിൽ ഈ എല്ലാ രൂപത്തിലുള്ള സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ട് ആരോഗ്യം ഇന്നിട്ടും ചില ആൾമാർ ഇതിന്റെ വിഷയത്തിലൊരു ഗൗരവം കാട്ടാത്ത ആൾമാരെ നിങ്ങൾക്ക് കാണുക സാധ്യവും. പ്രായത്തുകളിലെന്നങ്ങ പോയിട്ടായെങ്കിൽ എല്ലാ നിലക്കും പൈസയും സമ്പത്തും സ്വത്തും ബിസിനസ്സും എല്ലാം ഇന്നിട്ടും ഉംറ പോലും ആക്കാത്ത ആൾമാരെ നിങ്ങൾക്ക് കാണുക സാധ്യവും. അത് ഭാരി ബേജാറ് ഒരു വിഷയട്ടിക്കർ. ദുനിയാവുരെ എല്ലാ വിഷയത്തുക്കും ആൾമാരട്ട കാസിക്കർ ഒരു ഉംറത്തുക്ക് പോകേണ്ട വിഷയം ചൊന്നിട്ടായെങ്കിൽ ആൾമാർ റെഡിക്കില്ല. അതൊക്കെ ചില ആൾമാർ കണ്ടെത്തിയ കുറേ ന്യായമുണ്ട്. എല്ലാ ഹക്ക് ഇടപാട് തീർത്തൽ പിന്നായിട്ടിക്കർ നങ്ങ ഹജ്ജുക്ക് പോണായത്, അല്ലെങ്കിൽ എല്ലാ ഹക്കും തീർത്തൽ പിന്നായിട്ടിക്കർ ഉംറത്തുക്ക് പോണായത് ചൊന്തു ചില ആൾമാർ ഒരു ന്യായ കണ്ടെത്തിരാറ്, അല്ലെങ്കിൽ ചില ആൾമാർ അങ്ങനെ ഒരു ന്യായ ഇട്ടുകൊടുത്തിരാർ. യഥാർത്ഥത്തിൽ അതുക്ക് ഇസ്ലാമിൽ പ്രത്യേകമായിട്ടും ഒരു ബേസ് എന്തുമില്ല. ശരിയായിട്ടിക്കർ ആൾമാരട്ടിക്കുള്ള ഹക്കിടപാട് എപ്പോഴും എന്താക്കണു, വേഗത്തേക്ക് തീർക്കണു ചൊല്ലതിൽ സംശയം ഒന്നുമില്ല. മാത്രം ഒരു ബിസിനസ് ആക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോൾ ഇട്ടിക്കർ അയാളുടെ ഹക്കിടപാട് തീരുന്നത്, എപ്പോഴും അയാൾ പൈസ എവിടെയെങ്കിലും കടവും അപ്പുറം ഇപ്പുറം അങ്ങനെ ബിസിനസ് സ്വാഭാവികമായിട്ടും അങ്ങനെ നിൽക്കരുത്. അതേപോലെ എല്ലാ ഹക്കും തീർക്കണു ചെന്നിട്ടായെങ്കിൽ ഒരു സാധാരണ ഓർഡിനറി മനുഷ്യ നമുക്ക് കൊണ്ടുണ്ട് എപ്പോഴും എന്തെങ്കിലും എല്ലാ ഹക്ക് അങ്ങനെ സംബന്ധിച്ചിടത്തോളിക്കരുത്. പിന്നെ ചില ആൾമാർക്ക് ഒരു തപ്പ് കൽപ്പന ഔത്തു ഹക്ക് ചെന്നിട്ടായെങ്കിൽ നക്ക് പെങ്ങന്മാരുന്നെങ്കിൽ പെങ്ങന്മാരെല്ലാം മങ്ങിലാക്കിയാൽ പിന്നമേ നക്ക് ഹജ്ജുക്ക് പോണുകുള്ളേ. അതല്ല ഞങ്ങളെ റായത്ത് ചില ആൾമാർക്കുള്ളതായ കുറേ ചിന്തനല്ല തോട്ട്സ് ആയിട്ടിക്കർ. എല്ലാ പെങ്ങന്മാരും ചിലപ്പോൾ 15 വയസ്സായ പെങ്ങളുണ്ടെങ്കിൽ ആ പെങ്ങളുടെ മങ്ങിൽ അവരോടത്തോളം കാത്തിട്ട് അങ്ങനെ എല്ലാം തീർത്തൽ പിന്നെ വയസ്സായാൽ പിന്നെ ഇട്ടിക്കർ എന്താക്കര ചില ആൾമാർ ഹജ്ജുക്ക് വേണ്ട. ഹജ്ജുക്ക് പോയ ആൾമാർക്ക് ചില ആൾമാരെല്ലാം ചൊല്ലാറ് ഹജ്ജുക്ക് പോണ്ടെങ്കിൽ ബാലക്കാർ നല്ല വയസ്സിൽ ആരോഗ്യം ഇക്കുമ്പത്തുക ഹജ്ജുക്ക് പോണു. കാരണം ആ സന്ദർഭത്തിൽ ഞങ്ങൾ പോയെങ്കിൽ കുറേ ഇബാദത്തെല്ലാം ഞങ്ങൾക്ക് ഈസി ആയിട്ട് ആക്കുക ಅವರು ചില ആൾമാർ ചൊല്ലാറല്ലേ. അപ്പൊ ഇതായിട്ടിക്കർ ഞങ്ങളെ റായത്ത് ഞങ്ങൾ കണ്ടോളൂ. അത് എന്തുകൊണ്ടിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഇസ്ലാം നിശ്ചയിച്ചതായ ഹജ്ജ് ചൊല്ലുടെ ഇബാദത്തിന് ഒരു ഗൗരവ കൊടുക്കാത്തത് കൊണ്ടായിട്ടിക്കർ. അല്ലെങ്കിൽ നാണ് ഇതൊക്കെ മുന്നത്തെ ക്ലാസ്സിലെല്ലാം ചൊന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഒരു പ്രത്യേകമായ ഒരു തൗഫീഖ് അതില്ലാത്ത സബുലായിട്ടിക്കർ. ഇപ്പൊ ഉടമേ നിങ്ങൾ നോക്കൂ, ഹജ്ജ് നിങ്ങൾ എടുക്കണ്ട, ഉംറ നിങ്ങൾ എടുക്കറു. അപ്പൊ ഞങ്ങൾ ഉടനെ ഒരു ഉംറത്തേക്ക് പോണു ഞങ്ങൾ വിചാരിച്ചെങ്കിൽ ഒരു ചെറിയ ചെലവ് റായത്തെ ആൾമാർ ഉംറത്തേക്ക് ബണ്ട് പൈസ വെച്ചു നോക്കുന്നുണ്ടായെങ്കിൽ ചെറിയ ചെലവിൽ ഞങ്ങൾക്ക് ഉംറത്തേക്ക് പോണുക അവർ ആയെങ്കും ഒരു വർഷമായിട്ട് ഉംറത്തേക്ക് പോവാത്തങ്ങ 2 വർഷമായിട്ട് ഉംറത്തേക്ക് പോവാത്ത ആൾമാരെ ഞങ്ങൾക്ക് എന്താ വരും ഉടനെ ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. അത് എന്തുകൊണ്ടിട്ട് ടിക്കർ ഒരു വർഷത്തിൽ ഒരു 600 റിയാൽ എടുത്തു വെച്ചിട്ട് ഒരു കമ്പനിയുടെ ഒരു റജ എടുത്തിട്ട് ഉംറത്തേക്ക് പോണുകു ആവതില്ലാത്ത സബുല ഒർക്കലുമല്ല. എല്ലാ തിങ്കളിലും ഒരു 50 റിയാൽ എടുത്തു വെച്ചെങ്കിൽ പോലും ഒരു വർഷത്തിൽ ഒരു ഉംറത്തേക്ക് ഓർക്കെങ്കും ഏറ്റവും ചുരുങ്ങിയത് ഓർക്കെങ്കും ഒരാൾക്ക് പോയി പറകാം. ആയെങ്കും എന്തുകൊണ്ട് പോകണില്ല, അത് എന്തുകൊണ്ട് സാധിക്കില്ല, അത് അള്ളാഹുരെ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ടേറ്റിക്കർ. പ്രായത്തിൽ ഇത്രന്തു പൈസ ഇല്ലാത്ത ആൾമാർ പോലും എല്ലാ വർഷവും ഉംറത്തേക്ക് വേണ്ട ആൾമാർ ഉള്ളാർ. എല്ലാ വർഷവും റമദാനിൽ ഉംറത്തേക്ക് വേണ്ട ആൾമാർ നക്കുകൊണ്ടുണ്ട്. പേഴ്സണലി സാമ്പത്തികമായിട്ട് അത്രന്തും വലിയ പൈസ ഉള്ള ആൾമാരല്ല. മാത്രം എല്ലാ തിങ്കളും ഒരു തലത്തിൽ പൈസ എടുത്തു വെച്ചിട്ട് റമദാനിൽ എന്താക്കാറ് 1 lakh 10,000 കൊടുത്തിട്ടു റമദാനിൽ ഉംറത്തേക്ക് വേണ്ട എല്ലാ വർഷവും വേണ്ട ആൾമാരുള്ളാർ. പള്ളിയിലും ഹറമിലും വന്ന് എത്തിക്കാഫ് തയ്ക്കർ അങ്ങനത്തെ ആൾമാരെന്നെ കാണുക സാധ്യത. അപ്പം അത് അള്ളാഹുരെ ഒരു തൗഫീഖായിട്ടിക്കർ. അപ്പം ഞാൻ ചൊല്ലുക ഉദ്ദേശിക്കുന്ന വിഷയം എന്താ ചൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള ഇബാദത്ത് ഹജ്ജിക്ക് വേണ്ടിയിട്ട് ഹജ്ജായിട്ടിക്കർ ഞങ്ങളുടെ മുണ്ടിയുള്ള വിഷയം. അപ്പം അത് ഞങ്ങളെല്ലാവരും ഒരു പ്രയത്ന ഞങ്ങൾ ആക്കണം. ഞങ്ങളെ ഒരു ചെറിയ ഏജിൽ ഞങ്ങൾ ലൈഫിലെ വേറെ കുറേ പ്ലാനിങ്സുകളിൽ മുന്നുള്ളൂ. ഈ ഒരു ഇബാദത്തിന് ഞങ്ങളെ കൊണ്ട് ആ ഒരു രൂപത്തിൽ എങ്ങനെ ഞങ്ങൾക്ക് സാധ്യമാവുക ആ രൂപത്തിൽ അതിനെ ആക്കുക ഒരു പരിശ്രമ ഞങ്ങളെല്ലാവരും ആക്കണു ചൊന്നിട്ടേറ്റിക്കർ കൂടെ മനസ്സിലാക്കില്ല. അള്ളാഹുയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തൽ അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരാളൊരു മബ്റൂറായ ഹജ്ജ് അഥവാ പരിപൂർണമായ എന്തെല്ലാം പാലിക്കുക ചൊന്നൊര ഹജ്ജിൽ
അതെല്ലാം പാലിച്ചിട്ട് ഒരാൾ ഹജ്ജ് ആക്കിയിട്ടായെങ്കിൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗല്ലാണ്ട് പിന്നെ ഒരു പ്രതിഫല അതുക്ക് ഇല്ലാണ്ടായിട്ടിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത്. അപ്പൊ അത് വലിയ ഒരു പ്രതിഫലമായിട്ടിക്ക് അതിനെ നേടിയെടുക്കും, അതിനെ ആൽമാറിൽ പെടകും. ഞങ്ങൾ എന്താക്കണു? പരിശ്രമിക്കണായിട്ടിക്ക്. നോക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ഒരു ഹദീസ് ഉണ്ട്. യഥാർത്ഥത്തിൽ ആൾമാരെ ഹജ്ജിക്ക് പോകേണ്ടതിൽ നിന്നിട്ട് പിറവ് പറക അല്ലെങ്കിൽ ചമ്മ ഉംറാക്കരുന്നിട്ട് പിറവ് പറകുള്ള കാരണം എന്തായിട്ടിക്കും? അത് ഫിനാൻഷ്യൽ മാറ്റർ ആയിട്ടിക്കും. അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നോക്കൂ. നബി തങ്ങൾ ചൊല്ലുന്ന താബിഉ ബൈനൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആക്കിയോണ്ടേ ഇക്കൊറു. അതിലെ ചില ഉലമാക്കന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചത് ഒരു ഉംറാക്കിയിട്ട് പിന്നെ ഹജ്ജ് അഥവാ ഞങ്ങൾ തമത്തു ആയിട്ട് ഹജ്ജാക്കർ അതായിട്ടിക്കറുണ്ട് ചില ഉലമാക്കന്മാർ വ്യാഖ്യാനിച്ചാറ്. ചില ഉലമാക്കന്മാർ ചൊന്നാറല്ല, ഉംറയും ഹജ്ജും എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആവുമ്പത്തുകെല്ലാം ആക്കരതായ ആൾമാർ. അങ്ങനെ സംബന്ധിച്ചിടത്തോളം അങ്കുള്ള കൂലി എന്തരേ ഫൈനഹുമാ യൻഫിയാനിൽ ഫഖറ വദ്ദുനൂബ്. നിങ്ങൾ അങ്ങനെ ആക്കിയിട്ടായെങ്കിൽ നിങ്ങളെ ഫഖറും ദുനൂബും ഇല്ലാണ്ടാക്കർ. ദുനൂബ് നങ്കൊത്തുണ്ട്, തപ്പ്, മിസ്റ്റേക്സ്, അത് അള്ളാഹു മാഫാക്കർ. ഒരു ഉംറാക്കിയിട്ട് പിന്നൊരു ഉംറാക്കുമ്പോഴത്തേക്കും അതിരെ ഗ്യാപ്പിൽ ആക്കിയതായ എല്ലാ തപ്പുറയും അള്ളാഹു നമുക്ക് മാഫാക്കി തന്നെ. രണ്ടാമത്തൊന്നും ഇല്ലാണ്ട് അവരെന്തിരെ ഫഖർ, ദാരിദ്ര്യം. അപ്പൊ ദാരിദ്ര്യത്തെ ഇല്ലാണ്ടാക്കൂ. നീ എന്താക്കറും? ഉംറ നിങ്ങൾ ആക്കുറുണ്ടായിട്ടിക്കറ്, ഹജ്ജ് നിങ്ങൾ ആക്കുറുണ്ടായിട്ടിക്കറ്. ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെ. അപ്പൊ അത് ഞങ്ങളെ ഒരു തിങ്കിങ്, ഞങ്ങളെ തോട്ട് ചേഞ്ച് ആക്കുമ്പോൾ കയറ്റിക്കറത് സാധ്യവരെ ചൊന്തു കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യവർ. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു കമാ യൻഫിയൽ കീറു ഖബസൽ ഹദീദി വദ്ദഹബ്. ബംഗാർ അല്ലെങ്കിൽ ഒരു പിന്നെ ബംഗാർ ഉണ്ടാക്കുന്ന ഒരാൾ അതിരെ തീ കത്തുപാട്ടിട്ട് എങ്ങനെ അതിലുള്ള വേസ്റ്റ് ഇല്ലാണ്ടാക്കുന്ന ബംഗാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും അതുപോലെ നിങ്ങൾ ആക്കിയതായ തപ്പുരെ ഈ ഹജ്ജും ഉംറയും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ആക്കുമ്പോഴത്തേക്കും ಅದಕ್ಕೆ ಸಾಧ್ಯ ಅವರು ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಂತು. അപ്പം അതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം ഇൻഷാ അല്ലാഹ്. ഇവിടെ രണ്ടാമത്തെ വിഷയം നാണിത് ചൊന്നെന്തെങ്കിലും ഞങ്ങൾ എൻ്റെ പഠിക്കുക വിചാരിച്ചതായ വിഷയ ഹജ്ജാക്കിയ ഒരാൾക്ക് കിട്ടേ ആ പ്രതിഫല കിട്ടതായ കുറേ അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നു. അതിലെ ഉദ്ദേശം ആ അമലാക്കി എനിക്ക് പിന്നെ ഹജ്ജാക്കണ്ടല്ല, അതല്ലെങ്കിൽ ഹജ്ജാക്കിയ ആൾക്ക് കിട്ടുന്ന പരിപൂർണ പ്രതിഫല ഈ വ്യക്തിക്ക് കിട്ടുന്നുമല്ല. അപ്പൊ നാണ് എല്ലാ റമദാനിലും ഉംറാക്കിற അപ്പൊ നക്ക് ഹജ്ജര കൂലി കിട്ടപ്പോ നാണ് ഹജ്ജാക്കണ്ടല്ല. ഹജ്ജരെ ആ ഒരു കൂലിയും ആ ഒരു നിർബന്ധ ബാധ്യതയും ഞങ്ങളിൽ നിന്നിട്ട് ഇല്ലാണ്ടാവണുണ്ടായെങ്കിൽ ಅದಕ್ಕೆ ഹജ്ജേ ആക്കണം. ഈ ഹജ്ജര പ്രതിഫല കിട്ടുന്ന അമലാക്കിയ സത്തുക്ക് ആ ഹജ്ജ് നിർബന്ധമായ ഹജ്ജ് ഞങ്ങളിൽ നിന്നിട്ട് ഇല്ലാണ്ടാവില്ല. അത് കഴിട്ടിക്കുന്നതാണ് ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ ഫസ്റ്റ് നാണ് ചൊന്നത്. അപ്പൊ ആ ഒരു ഹജ്ജറെ ആ പരിപൂർണമായ അല്ലെങ്കിൽ ഹജ്ജാക്കിയതായ ആ ഒരു കൂലി ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായെങ്കിൽ അതിന് ഞങ്ങളെ സഹായിക്കുന്നതായ കുറേ ഇബാദത്തുണ്ട്, കുറേ അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നു. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് ആക്കുക ഞങ്ങൾ പരിശ്രമിച്ചായിട്ടായെങ്കിൽ ഭാരി ഈസിയായി ചെറിയ ചെറിയ അമലായിട്ടിക്കറ് ഞങ്ങൾ അത് പരിശ്രമിച്ചാക്കിയിട്ടായെങ്കിൽ വലിയ കൂലിയായിട്ടിക്കറ് ചിലപ്പോൾ ഞങ്ങൾക്ക് കിട്ടുക പോകേണ്ടത്. ചില അമലല്ല, ചില പ്രവർത്തന എല്ലാ നാളിലും ഞങ്ങൾക്ക് ചിലപ്പോൾ ആക്കുകതായ പ്രവർത്തന ഇട്ടിക്കറ് ഞങ്ങൾ പരിശ്രമിച്ചിട്ടായെങ്കിൽ അതിൽ ഒന്നാമത്തെ വിഷയം എന്തേ, ഒന്നാമത്തെ വിഷയ ഒരു സാദിഖായ സത്യസന്ധമായ നീയത്ത് ഞങ്ങളെ മനസ്സിൽ ബൈക്കിരെ ചൊല്ലതേറ്റിക്കർ. ഹജ്ജാക്കുള്ളതായ ഒരു പരിപൂർണമായ നീയത്ത് ഞങ്ങളെ മനസ്സിൽ കൊണ്ടു ചൊല്ലതേറ്റിക്കർ. ചിലപ്പോൾ എല്ലാവർക്കും അതിക്ക് സാധിക്കൊണ്ടുണ്ടില്ല, എല്ലാവർക്കും ഹജ്ജാക്കുക സാധിക്കൊണ്ടുണ്ടില്ല. മാത്രമല്ല ഞങ്ങളെ മനസ്സിലൊരു സത്യസന്ധമായ നീയത്ത്, നിന്റെ ജീവനത്തിൽ എന്തെങ്കിലും ഒരു സാഹചര്യ നക്ക് കെട്ടുണ്ടായെങ്കിൽ നാണ് ഹജ്ജ് ആക്കിരാച്ചോളുടെ ആത്മാർത്ഥമായ നീയത്ത് ഞങ്ങളെ മനസ്സിൽ ഇന്നുണ്ടായെങ്കിൽ അതിക്ക് ഞങ്ങൾക്ക് കൂലിയുണ്ടു ചൊല്ലതേറ്റിക്കർ. ഇസ്ലാമിലെ എല്ലാ പ്രവർത്തനവും നീയത്ര അടിസ്ഥാനത്തിലായിട്ടിക്കർ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുള്ള വിഷയമായിട്ടിക്കർ. ഇന്നമല്ല അമാലു പിന്നീയ ഒരു മുസ്ലിമരെ ജീവനത്തെ എല്ലാ സന്ദർഭവും നീയത്ര അടിസ്ഥാനത്തിലായിട്ടിക്കർ. കാരണം എന്തേ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നരെയും ഇൻസരെയും മനുഷ്യന്മാരെയും ജിന്നുവർഗത്തെയും നാണ് സൃഷ്ടിച്ചത് നിന്റെ ഇബാദത്തെടുക്കുക മാത്രമായിട്ടിക്കർ. അപ്പൊ ഞങ്ങളെ ജീവനത്തെ ഒരു മുസ്ലിമരെ ജീവനത്തിൽ എല്ലാ ഭാഗവും ഇബാദത്തായിട്ടിക്കണു ചൊന്തയിട്ടിക്കർ.
ഈ ഹദീസ് ഈ ആയത്തിൽ നിന്നിട്ട് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലി, ഇബാദത്തല്ലാത്ത എന്തും ഒരു മുസ്ലിമിന്റെ ജീവനത്തിലേക്ക് തീരാണ്ട്. അപ്പൊ എങ്ങനെ എല്ലാം ഇബാദത്താക്കറേ? എല്ലാം ഇബാദത്താക്കുക. ഞങ്ങൾ ഫുഡ് തിന്നുറതും ഞങ്ങൾക്ക് ഇബാദത്താക്ക, ഞങ്ങൾ കിടന്നുറങ്ങുന്നതും ഞങ്ങൾക്ക് ഇബാദത്താക്ക, ഞങ്ങൾ പലക്ക വരിയതും ഞങ്ങൾക്ക് എന്താക്കുക അവരും ഇബാദത്താക്കുക. അപ്പൊ ഇവിടെ ഈ ഹജ്ജ് ചൊല്ലത് ഞങ്ങളെ ജീവിതത്തിലൊരു വലിയ ആഗ്രഹം മാത്രമല്ല, അതിനൊട്ടിಗೆ ഒരു സത്യസന്ധമായ നീയത്ത് ഞങ്ങളെ മനസ്സിൽ വേണു. എന്തെങ്കിലും ഒരു താക്കത്ത് അല്ലെങ്കിൽ നക്ക് ഒരു സൗകര്യ കിട്ടുണ്ടായെങ്കിൽ നാണ് ഹജ്ജ് നാണ് ആക്ര ചൊല്ലുടെ ആ ഒരു നീയത്ത്. ആ നീയത്തിണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോ നല്ല സത്യസന്ധമായ നീയത്ത് ഗൊಂತುള്ളവണ് അള്ളാഹു ആയിട്ടിക്കർ അത് തീരുമാനിക്കറോണു. നാണല്ല ഞങ്ങല്ല ഞങ്ങൾ നാവ് കൊണ്ടിട്ട് നക്ക് നീയത്തുണ്ടുണ്ട് ചൊന്നെങ്കും അയ്യാവില്ല. നന്റെ നീയത്ത് സ്വാദിക്കായതാ സത്യസന്ധമായതാ അല്ലേട്ട് തീരുമാനിക്കറോണാറ്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയിരിക്കും. അങ്ങനെ സത്യസന്ധമായ നീയത്തിനെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഒരു യുദ്ധത്തിക്ക് പോകേണ്ട സന്ദർഭത്തിൽ എല്ലാ സ്വഹാബിമാർക്കും യുദ്ധത്തിക്ക് ഭരണുകായിട്ടില്ല. കുറെ സ്വഹാബിമാർക്ക് മദീനത്ത് നിൽക്കേണ്ടി വന്നു. അങ്ക് യുദ്ധത്തിക്ക് പോകേണ്ടതായ വാഹന ഇല്ലാത്ത സബുലു അങ്ക് മദീനത്ത് നിൽക്കേണ്ടി വന്നു. ആ സ്വഹാബിമാരെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, ഇന്ന ബിൽ മദീനത്തി റിജാല, മദീനത്ത് കുറെ സ്വഹാബിമാരുള്ള. അങ്ങനെ പ്രത്യേകത എന്തൊരു മാ സിർതും മസീറൻ വലാ ഖതഅതും വാദിയ, നിങ്ങൾ ഈ ഒരു യുദ്ധത്തിക്ക് പണ്ട സന്ദർഭത്തിൽ നിങ്ങൾ എവിടെല്ലാം നിങ്ങൾ സഞ്ചരിച്ചിരാറാ അവിടെല്ല ഇല്ല ക്യാനു മഅക്കും, അങ്ങ് നിങ്ങൾ ഒട്ടികമേ ഉള്ളാറ്. അഥവാ അങ്ക് നിങ്ങൾക്ക് കിട്ടുന്ന അതേ പ്രതിഫല ആ മദീനത്തുള്ള സ്വഹാബിരങ്ക് കിട്ടിയോ ഉണ്ട് ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു. ഹബസഹുമുൽ മറദ്, അങ്ക് ബറകു സാധിക്കാത്തത് ചില ആൾമാർ രോഗ കൊണ്ട് വരാത്തങ്ങ് ഉള്ളാറ്, വാഹന ഇല്ലാത്തത് കൊണ്ട് വരാത്തങ്ങ് ഉള്ളാറ്. മാത്രം അങ്ങനെ മനസ്സിൽ എന്തിനുണ്ടു നല്ല നീയത്തുണ്ടു. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയെങ്കിൽ നക്ക് പോണു ചൊല്ലുടെ നീയത്ത് അങ്ങനെ മനസ്സിലുണ്ടു. ആ നീയത്ത് സത്യസന്ധമായ നീയത്തായിട്ടിക്കറ് ചൊന്തു അള്ളാഹു അണ്ടർസ്റ്റാൻഡ് ആക്കിറ, അള്ളാഹു മനസ്സിലാക്കിറ. അതുകൊണ്ട് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ല്, നിങ്ങൾ എവിടെയെല്ലാം പോണ്ടാറാ അതിലുള്ള കൂലി ആ മദീനത്തുള്ള സ്വഹാബിരങ്ക് കിട്ടിയോ ഉണ്ട്. അപ്പൊ ഞങ്ങ സത്യസന്ധമായ നീയത്ത് ഞങ്ങളെ മനസ്സിൽ വേണം. ഒരു പ്ലാനിങ്, എങ്ങനെ നക്ക് ഹജ്ജിക്ക് പോവാ, എങ്ങനെ നന്റെ സാലറി വെച്ചിട്ട് നാണ് എങ്ങനെ പ്ലാൻ ആക്കണം ഹജ്ജിക്ക് പോടുകൂ, ഒരു പ്ലാനിങ് ഞങ്ങളെ മനസ്സിൽ വേണു ചൊല്ലുതായിട്ടിക്കറ്. അപ്പൊ അതുക്കുള്ള കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല തണ്ട്. ഇസ്ലാമിലു എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊന്തു, ഒരാള് മൻ സഅല ഷഹാദത സാദിഖ, ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലട്ട ഷഹാദത്തിലേക്ക് അല്ലാഹു നീ നന്റെ ഷഹീദായിട്ട് മരിക്കുകയുള്ള തൗഫീഖ് നീ നക്ക് തർന്നു ചൊന്ത അല്ലാഹുട്ട ഒരാൾ ദുആർക്കർ. അത് ഹദീസിൽ വന്നതായിട്ടിക്കർ അങ്ങനെ ഉള്ള ദുആ. അപ്പൊ ഒരാൾ അല്ലാഹുരട്ട് കേക്കർ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് ദുആർക്കർ, അയാളുടെ ദുആയിൽ സത്യസന്ധത്തുണ്ട്, ഷഹീദാവുക ഒരു ചാൻസ് ഉണ്ടുണ്ടായെങ്കിൽ ആവുക റെഡി ഉണ്ട്, അങ്ങനത്തെ ഒരു ദുആ ഒരാൾ ആക്കിയിട്ടുണ്ടായെങ്കിൽ ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഉള്ള ഷഹാദത്തുകളിൽ തെരു ഞങ്ങളെ മുന്നിൽ കൊറോടിയായിട്ടിക്കറില്ല. ആയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഒരാളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അയാൾ അല്ലാഹുട്ട ദുആർക്കർ അങ്ങനെ ഉണ്ടായെങ്കിൽ ബല്ലഗഹുല്ലാഹു മനാസില ശുഹദാ, അള്ളാഹു അയാളുടെ ഷഹീദരങ്ങളെ സ്ഥാനത്ത് അള്ളാഹു അയാളുടെ എത്തുപാട്ടർ. വഇൻ മാത അലാ ഫിറാഷിഹി, അയാൾ അയാളുടെ ബെഡിൽ കിടന്നിട്ട് മരിച്ചിരെങ്കിൽ പോലും അയാളുടെ ആ നീയത്ത് കാരണം ശുഹദാക്കന്മാരെ സ്ഥാനത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളുടെ എത്തുപാട്ടറുണ്ട്. സുബ്ഹാനല്ലാഹ്. പിന്നെയും ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഒരാൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ സ്വാദിഖായ സത്യസന്ധമായ നീയത്തുണ്ട്, നക്ക് ജാവനിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കണു ചൊല്ലുടെ നീയത്ത് അയാളുടെ മനസ്സിലുണ്ട്. വെറുതെ നീയത്ത് വെച്ചിട്ടല്ല, സ്വാദിഖായ സത്യസന്ധമായ നീയത്ത് ആയെങ്കില ബലഗത്തുഹു ഐന, അവന്റെ വർക്ക് കാരണം അയാൾക്ക് ആ നിസ്കാരം നഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് നിസ്കരിക്കുക ആയില്ല ആയെങ്കില അള്ളാഹു സുബ്ഹാനഹു വ തആല ജാവു നിസ്കരിച്ച ഒരാളുടെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കൊടുക്കും. അപ്പൊ എല്ലാ ഇബാദത്തിലും ഇതേപോലെ ഇട്ടിക്കറ് ഞങ്ങളെ നീയത്ത് കാരണ ചമ്മ കൂലി ഞങ്ങൾക്ക് നേടിയെടുക്കുക സാധ്യമാവും. അപ്പൊ അതിൽപ്പെട്ട ഒന്നായിട്ടിക്കറ് ഈ ഹജ്ജ് ചൊല്ലത്. അത് ഞങ്ങൾ എല്ലാവരും ഞങ്ങളെ മനസ്സിൽ അതൊരു ആത്മാർത്ഥമായ ഒരു നീയത്ത് ഞങ്ങളെ മനസ്സിൽ വേണു. അതുക്ക് വേണ്ട ഒരു പരിശ്രമം ഞങ്ങൾ ആക്കണം. പരിശ്രമം ആക്കിയിട്ടും ഞങ്ങളെ മനസ്സിൽ ഉദ്ദേശം ഇന്നിട്ടും അത് നടക്കാണ്ട് പോയെങ്കിൽ അതിന്റെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് തണ്ടാ ചൊല്ലതായിട്ടിക്കറ്. രണ്ടാമത്തേത് നോക്കൂ സഹോദരന്മാരെ, രണ്ടാമത്തേത്
നങ്ങ എല്ലാ നാളിലും നങ്ങ ആക്രതായ ഒരു പ്രവർത്തന, ഒരു അമൽ, ഒരു ഇബാദത്തെ ഇട്ടിക്കുന്ന നിസ്കാര ചൊല്ലത് 5 വക്ത് നിസ്കാരം. ആ നിസ്കാരത്തെ വിഷയത്തിൽ 2-3 വിഷയത്തെ നങ്ങ ശ്രദ്ധിച്ചേണ്ടായെങ്കിൽ ഒരു നാളില് 5 വക്തിലും ഒരു ഹജ്ജാക്കിയ കൂലി നങ്ങക്ക് കിട്ടുകയുള്ള സാധ്യത ഉണ്ട്. നിസ്കാരം നങ്ങ എല്ലാവരും നിസ്കരിക്കരുത്. ആ നിസ്കാര ജമാഅത്തായിട്ട് ആണിങ്ങ നിസ്കരിക്കണു ചൊല്ലതിൽ എന്തില്ല സംശയമില്ല. നിർബന്ധ ഇട്ടിക്കർ ആണിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തായി നിസ്കാര ചൊല്ലത് ഉണ്ടെന്ന അതിന്റെ വിഷയത്തിൽ എത്രത്തോളം ജാഗ്രത കാട്ട ചൊല്ലത് പിന്നൊരു വിഷയം ഇട്ടിക്കർ. മാത്രം ആണിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാര ചൊല്ലത് നിർബന്ധ ഇട്ടിക്കർ. ചില ഉലമാക്കന്മാർ ഇതിരെ ഗൗരവത്തെ നിങ്ങൾക്ക് ഗൊന്താവുക വേണ്ടിയിട്ട് ഇട്ടിക്കരുന്നാണ് ഈ ഒരു അഭിപ്രായത്തെ ചൊല്ലത്. ചില ഉലമാക്കന്മാർ അഭിപ്രായ ആണിങ്ങൾക്ക് നിസ്കരിക്കുക ജമാഅത്ത് അങ്ങനെ ഷർത്ത ഇട്ടിക്കറിൻ്റെ ചില ഉലമാക്കന്മാർ അഭിപ്രായം. ഷർത്ത് ചൊന്നെങ്കിൽ ഷർത്ത് പിന്നെ ഷർത്ത് വാജിബ് നിർബന്ധ വ്യത്യാസം എന്തേ? ഷർത്ത് ഇല്ലെങ്കിൽ പിന്നെ എന്താ ആ ഷർത്ത് പാലിച്ചില്ലെങ്കിൽ നിസ്കാരമേ ഇല്ല. അപ്പൊ ആ ജമാഅത്ത് നിസ്കാരം സ്വീകരിക്കൊണ്ടുണ്ടായെങ്കിൽ എന്തിനു വേണു? ജമാഅത്ത് വേണുണ്ടായിട്ടിക്കറി ചില ഉലമാക്കന്മാർ അഭിപ്രായം. അതത് സരിയല്ലാണ്ടല്ല ചില ഉലമാക്കന്മാരല്ല അതിക്ക് പിന്നെ ജവാബ് കൊടുത്തിറാറ് അത് സരിയല്ലാണ്ട്. മാത്രം നാച്ചോളുടെ അങ്ങനെ പോലും ഉലമാക്കന്മാർക്ക് ഇടയിൽ എന്തുണ്ടു അഭിപ്രായം. ഉദു എടുക്കാണ്ട് ഒരാൾ നിസ്കരിച്ചെങ്കിൽ എങ്ങനെ അതേപോലെ ജമാഅത്ത് ഇല്ലാണ്ട് നിസ്കരിച്ചെങ്കിട്ടിക്കറ് ചില ഉലമാക്കന്മാർ ചൊല്ലു. ഉദു എടുക്കാണ്ട് നിസ്കരിக்கிறോണ്ട് പോലെ എങ്ങനെ ജമാഅത്ത് ഇല്ലാണ്ട് നിസ്കരിக்கிறോണ്ട്. അപ്പൊ അത്ര ഗൗരവത്തിൽ ചില ഉലമാക്കന്മാർ അതരെ പഠിപ്പാട്ടിതാർ. അയങ്ക അഹ്ലുസുന്നത്തരെ യാരത്തെ ഉലമാക്കന്മാരും ഏകോപിച്ച അഭിപ്രായം നിർബന്ധ വാജിബായിട്ടിക്കറുണ്ടായിട്ടിക്കർ. അപ്പൊ അത് ഞങ്ങ ശ്രദ്ധിക്കണം. ഏത് ജാഗയിൽ സ്വർത്തിക്കുന്നുണ്ടായെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കുകയുള്ള ഒരു സംവിധാനം, ഒരു സൗകര്യത്തെ ഞങ്ങ ഉണ്ടാക്കിയെടുക്കണം. അത് പള്ളിയിൽ ഫസ്റ്റ് ജമാഅത്തായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായി. ഇതിന് അത് കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ജമാഅത്തായി നിസ്കരിക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണേറ്റിക്കണം. അപ്പൊ എന്തിനാ കൂടെ ഈ 5 വക്ത് നിസ്കാരത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കണായ വിഷയം എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, മൻ ഖറജ മിൻ ബൈതിഹി മുതതഹിറ. ഒരാളുണ്ട് ഔത്ത ഭർത്താവുമ്പത്തുകു ശുദ്ധമായിട്ട് ഉദു എടുത്തിട്ട് അയാൾ പള്ളിയുടെ ഭർത്താവും നിർബന്ധമായി നിസ്കാരത്ത് അവന്റെ പ്രതിഫലം എന്തിനാ? ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിമി. അവന്റെ പ്രതിഫലം എന്തിനാ? ഒരാൾ ഇഹ്റാം കെട്ടിട്ട് ഹജ്ജ് പോണ്ട ഒരാൾക്ക് കിട്ടുക അതേ പ്രതിഫല അവനുക്ക് കിട്ടുക ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ 5 വക്ത് നിസ്കാരത്തും ഔത്ത ഭർത്താവുമ്പത്തുക്കും ഉദു എടുത്തിട്ട് പള്ളിക്ക് പോകേണ്ടതുക്ക് ചമ്മ കൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ചു. ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴത്തേക്കും അവന് കൂലിയുണ്ട്. അതെല്ലാം നബി തങ്ങ പഠിപ്പാട്ടിയത്. മാത്രം ഇത് അതിലൊരു ശ്രേഷ്ഠമായ ഒരു കൂലി ഏറ്റിക്കർ. ഓരോ വക്ത് നിസ്കാരത്തിലും ഞങ്ങൾ ഉദു എടുത്ത് പോകുമ്പോഴത്തേക്കും ഹജ്ജുക്ക് പോകേണ്ട ഒരാളുടെ അതേ കൂലി ആ വ്യക്തിക്ക് കിട്ടുക. സുബ്ഹാനല്ലാഹ്. എല്ലാ നാളിലും ഔത്തങ്ങ നിസ്കാരത്തേക്ക് പോകേണ്ട നിസ്കാരം എന്തായെങ്കിലും ഉണ്ട്. മഗ്രിബ്, ഇശാ, ഫജ്ർ ഈ 3 വക്ത് എന്തായെങ്കിലും ഞങ്ങൾ ഔത്തമേറ്റിക്കർ ഞങ്ങൾ ഉദു എടുത്ത് പോകേണ്ടത്. ഞങ്ങൾ റൂമർ അല്ലെങ്കിൽ ദുഹ്റ അസർ ഞങ്ങൾ ഓഫീസറായിട്ടേക്ക് പോകേണ്ടത്. ഏതായെങ്കിലും ഞങ്ങൾ എവിടെ പോകണ്ടെങ്കിലും ഉദു എടുത്തിട്ട് ഞങ്ങൾ പള്ളിക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു കൂലി ഉണ്ട് ചൊന്തയിട്ടിക്കർ ഇവിടെ മനസ്സിലാക്കുക സാധ്യമാവുന്നത്. ഈ ഹദീസിന്റെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, മൻ വമൻ ഖറജ ഇലാ തസ്ബീഹി ദുഹാ ലാ യൻസബുഹു ഇല്ലാ ഇയാ. ഇനി ഒരാള് ദുഹാ നിസ്കരിക്കുക വേണ്ടിയിട്ട് പോയിട്ട് പള്ളിക്ക് പോകേണ്ട അയാൾ ദുഹാ നിസ്കരിക്കരേ ചൊല്ലുടെ ഉദ്ദേശത്തിലായിട്ടിക്കറ അയാൾ പോകേണ്ടിട്ടായെങ്കിൽ ഫഅജ്റുഹു കഅജ്രിൽ മുഅ്തമിർ. അവനുക്ക് ഉംറ ആക്കിയ ഒരാളുടെ കൂലി ഉണ്ട് ചൊന്തയിട്ടിക്കർ. അപ്പോൾ ഒരു നാളിലെ ഞങ്ങൾക്ക് എത്ര കൂലി ഒരു നാളിൽ ഞങ്ങൾക്ക് കിട്ടുക കൊണ്ടൂടെ? 5 വക്ത് നിസ്കാര അതേപോലെ ദുഹാ നിസ്കാര ഇത് എല്ലാം ആ ഒരു കൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഊടെ ഞങ്ങൾക്ക് ഹദീസിൽ പഠിപ്പാട്ടി തണ്ടതായിട്ടിക്കർ. ഇതൊക്കെ വേറെയും ചമ്മ കൂലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നത്. അത്ര ഇത് അതിലൊരു ശ്രേഷ്ഠമായ ഒരു കൂലിയായിട്ടിക്കർ. ഞങ്ങൾ പരിശ്രമിച്ചേണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിച്ചേണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഞങ്ങൾക്ക് കിട്ടുക പോകേണ്ട ഒരു കൂലിയായിട്ടിക്കർ. മൂന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഞങ്ങൾക്ക് കാണ്ട് ഒരാള് പള്ളിയിൽ ഫജ്ർ നിസ്കരിച്ചാൽ പിന്നെ സൂര്യ ഉദിക്കരോടത്തോളം ഒരാള് പള്ളിയിൽ തെച്ചിട്ട് ചിലപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗൊന്തുള്ള ഹദീസായിട്ടിക്കും, ഞങ്ങൾ കേട്ടതായിട്ടിക്കും. മാത്ര ഇത് അമലാക്കർ ആൾമാർ ഭാരി കൊറോടിയായിട്ടിക്കർ. നബി തങ്ങൾ ചൊന്തു ഒരാള് പള്ളിക്ക് പോണ്ടു. എങ്ങനെ പള്ളിക്ക് പോണ്ടേ? മൻ സല്ലൽ ഗദാത ഫീ ജമാഅത്തായിട്ട് ഒരാൾ ഫജ്ർ നിസ്കരിച്ചിട്ട് സുമ്മ ഖഅദ യദ്കുറുല്ലാഹ് പിന്നെ അല്ലാഹുവിനെ ദിക്റാക്കിയിട്ട് ഇങ്ങനെ തെച്ചിട്ട് ഹത്താ തത്ലു അശംസ് സൂര്യ ഉദിക്കരോട് തോലോ ഷുറൂഖ് തോലോ പള്ളിയിൽ തെച്ചിട്ട് അയാൾ ദിക്റാക്കിയോണ്ടു.
സുമ്മ സല്ല റക്അത്തൈൻ, പിന്നെ 2 റക്അത്ത് അയാൾ സുന്നത്ത് നിസ്കരിച്ചിട്ട് കാനത്തു ലഹു കാജിരി ഹജ്ജത്തിൻ വ ഉംറ, അവനുകു ഒരു ഹജ്ജും ഉംറയുമാക്കിയ കൂലിയുണ്ടു. ഹദീസിന്റെ ബാക്കി നബി തങ്ങ ചൊന്തു താമ്മത്തിൻ താമ്മത്തിൻ താമ്മ, പരിപൂർണമായ ഹജ്ജും ഉംറ ആക്കിയതായ കൂലി ആ വ്യക്തി കൊണ്ടു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിത്ത്. അപ്പൊ അത് ചെറിയ വിഷയമല്ല. അപ്പൊ നമുക്ക് എല്ലാ നാളിലും ചിലപ്പോൾ ഡ്യൂട്ടികളിൽ പോകേണ്ട ആൾമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നാളിലും ഇത് ചിലപ്പോൾ ആക്കുക ആവണുണ്ടില്ല. കാരണം ഇപ്പോഴത്തെ നിസ്കാരത്തെ ടൈമെല്ലാം വെച്ച് നോക്കുമ്പോൾ വാരത്തിൽ ഒരു നാൾ നമുക്ക് വെള്ളിയാസരുണ്ട്. ഞങ്ങൾ എല്ലാവർക്കും രജമുള്ള നാളല്ലേ. അപ്പോൾ വെള്ളിയാസരണ്ട് ഈ ഒരു സുന്നത്ത് ഫജർ നിസ്കാരം നിസ്കരിച്ചിട്ട് ഒരു തെല്ല് നേര ഞങ്ങൾ പള്ളിയിൽ തെച്ചിട്ടായെങ്കിൽ ഒരു 1.5 ഗಂಟೆ ടൈം പള്ളിയിൽ ഞങ്ങൾക്ക് ദയിക്കുക ആവുറുണ്ടായെങ്കിൽ ഈ കൂലി ഞങ്ങൾക്ക് എല്ലാ വാരവും ഞങ്ങൾക്ക് കിട്ടും അല്ലേ. ചെറിയ വിഷയമല്ല ഇത്. പെണ്ണുങ്ങൾക്കും ഉണ്ട്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ ഹദീസ് വെച്ചിട്ട് ഉലമാക്കന്മാർ ചൊല്ലാറ്, പെണ്ണുങ്ങോ എന്താക്കിയെന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഔത്ത് തെച്ചിട്ട് അങ്ങ ദുഹാര ടൈം തോല് തെച്ചിട്ട് നിസ്കരിച്ചോ എന്ന് ചില ചരിത്രമുള്ള ഹദീസിലെ കിതാബിലും നമുക്ക് കാണുക സാധ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാം, മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹ നബി തങ്ങ ഔത്ത ഭർത്താവുമ്പൊത്തുകു സൈനബ് റളിയല്ലാഹു അൻഹ തെച്ചിട്ട് ഇബാദത്ത് എടുത്തോണ്ടു. അങ്ങനെ ചെമ്മനാര നബിയുടെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ദുഹാര ടൈം ഔത്തുകു ബണ്ടോടുത്തോളം സൈനബ് റളിയല്ലാഹു അൻഹയുടെ ഇബാദത്തിലേ ഉണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കറ്, മാ സിൽതി അലാ ഹാലില്ലതി കുന്തു ഫാറഖ്തുകി അലൈഹ, ನಾನು പോകുമ്പൊത്തുകിന്ന അതേ അവസ്ഥയിൽ നീ ഇപ്പം ഉള്ളമ ഇബാദത്തെ ആക്കിക്കൊണ്ടുള്ളമ കേക്കറ് സൈനബ് റളിയല്ലാഹു അൻഹ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, അതെ ನಾನು ಅದೇ ಆ ಇಬಾದത്തെ ನಾನು ಆಕ್ಯೋ ಇಲ್ಲ ಚೊಂತು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಚೊಲ್ಲದು കാണാം. അപ്പൊ പെണ്ണുങ്ങൾക്കും എന്തുണ്ട് ഈ ഒരു കൂലി കിട്ടുക ചാൻസ് ഉണ്ട്. ആ ഹദീസിന്റെ ബാക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ಆದರೆ നിങ്ങൾ ഇത്ര നേരം എടുത്ത ഇബാദത്ത് സൈനബ് റളിയല്ലാഹു അൻഹ ചൊല്ലു, ഇത്ര നേരം നീ എടുത്ത ഇബാദത്ത് ഉണ്ടല്ലേ ಅದರ ಎಲ್ಲ ಕೂಲಿ ಗಿಟ್ಟೋಗುಳ್ಳೆ ഒരു ചെറിയ പ്രവർത്തനം ನಾನು ആക്കിര അതാക്കിയെങ്കിൽ നിങ്ങൾ ഇത്ര നേരം ആക്കിയ ഇബാദത്തിര കൂലിയെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു 3 ദിക്ർ സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അദദ ഖൽഖിഹി വ മിദാദ കലിമാതിഹി ചൊല്ലെ ആ ഒരു ദിക്ർ ഇത് ನಾನು 3 പട്ട ചൊന്ന. ನಾನು ഈ 3 പട്ട ചൊന്നതും നിങ്ങൾ ചൊന്നതും വെച്ച് നോക്കറെങ്കിൽ ನಾನು ചൊന്നത് കേട്ടിക്കർ പ്രതിഫലവും യാറ ഉള്ളേ ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അപ്പൊ ഇങ്ങനെ ഒരു ഇബാദത്തുക്ക് പിന്നൊരു ഇബാദത്തിനാണ്ടി കൂലി യാറ ഉണ്ടു ചൊന്നത് അർത്ഥ ആ യാറ ഇന്നതാക്കിയിട്ട് കൊറോടിന്നത് വിട്ടുവിടുന്നുണ്ടല്ല അതിരർത്ഥ. ഞങ്ങ ആക്കുക ആവുറതെല്ല മാക്സിമം ഞങ്ങൾ ആക്കണം. അള്ളാഹു ഏത് സ്വീകരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ಗೊತ್ತಿಲ್ಲ. ഒന്നാക്കിയത് ചിലപ്പോൾ ഇഖ്ലാസ് കൊറോടി ആയിട്ടിക്കും, അപ്പൊ പിന്നൊന്ന് ഞങ്ങൾ ആക്കറ, അപ്പൊ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കറ ഞങ്ങൾക്ക് ചിലപ്പോൾ കൂലി തരുക. അപ്പൊ ഏതും ഞങ്ങൾ ಅದಕ್ಕೆ കൂലി യാറ ഉണ്ട് ಇದಕ್ಕೆ കൂലി കൊറോടി ഉണ്ട് ചൊന്ത് ഏതും ഞങ്ങൾ എന്താക്കറല്ല വിട്ടുവിട്ടറല്ല. അപ്പൊ ഈ ഒരു ഹദീസ് നോക്കറ നിങ്ങൾ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആക്കുക ആവുരതായ ഒരു പ്രവർത്തന ഇട്ടിക്കറ് ഞങ്ങൾ എല്ലാവരും അത് പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണു ചൊന്തു ഇവിടെ ನೆನಪಾക്കിಯಲ್ಲ. ಮಾತ್ರ ഉടെಲ್ಲ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് സഹോദരന്മാരെ, ಇದರೆಲ್ಲ ಕೂಲಿ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ಇದರ ಕೂಲಿ ഞങ്ങൾക്ക് ಗೊತ್ತುಂಡು, ಇದರ ಪ್ರತಿಫಲ എല്ലാം ഞങ്ങൾക്ക് ಗೊತ್ತುಂಡು. ആയെങ്കും എന്തുകൊണ്ടിട്ടും ഞങ്ങൾക്ക് ഇതാക്കുകയോ ഇല്ല. അതായിട്ടിക്കറ് ನಾನು ഫസ്റ്റ് ആ ചൊന്ന വിഷയ അല്ലാഹു സുബ്ഹാനഹു വ തആലരെ ആ ഒരു പ്രത്യേകമായ ആ ഒരു തൗഫീഖ് അത് ഏറ്റവും അനിവാര്യമായിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാൾ ഒരു ഹദീസിൽ ചൊന്തു, അയഅജിസു അഹദുക്കും അൻ യക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിരങ്ങളുടെ കേട്ടിട്ട് ഒരു നാളില് 1000 ഹസനത്താക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധ്യ ഉണ്ടാ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. മുന്നുള്ള ഒരു ക്ലാസ്സിൽ ನಾನು ഹദീസ് ചൊന്തിന്ന നാനുടെ. അപ്പൊ സ്വഹാബിരങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടാറ്, നബിയെ എങ്ങനെ ഒരു നാളില് കൈഫ യക്സിബു അൽഫ ഹസന, ഒരു നാളിൽ 5 വക്ത് നിസ്കാര അതിൽ പിന്നെ ഖുർആനോത്തു അങ്ങനെ എല്ലാം കണക്കാക്കി നോക്കിയെങ്കും എന്തൊരു സാധ്യമില്ല. 1000 ഹസനത്ത് 1000 നല്ലതാക്കു ഒരാൾക്ക് സാധ്യമില്ല, ഹസനത്താക്കു സാധ്യമില്ല. അപ്പൊ എങ്ങനെ സാധ്യ? ഞങ്ങളെ ഇബാദത്തിനെ കണക്കെടുത്ത് നോക്കിയെങ്കിൽ ഒരിക്കലും അത് സാധ്യമില്ല. പിന്നെ അത് എങ്ങനെ സംഭവിക്കരേ? നബി തങ്ങ ചൊന്തു യുസബ്ബിഹു മിഅതു തസ്ബീഹ, അവನು 100 തസ്ബീഹ് ചൊല്ല 5 വക്ത് നിസ്കാരത്തിൽ. പിന്നെ ജാവു കിടന്നുറങ്ങുക പോകുമ്പത്തുകും അങ്ങനെ തസ്ബീഹ് ചൊല്ലനായ സന്ദർഭത്തിലുള്ള അവന് തസ്ബീഹ് ചൊല്ല. അത് അവന് ഫയുക്തബു ലഹു അൽഫു ഹസന, 100 തസ്ബീഹ് ചൊന്നെങ്കിൽ ആ 100 അള്ളാഹു 1000 ആയിട്ട് കണക്കാക്കറ. അങ്ങനെ അവനുക്ക് 1000 ഹസനത്തിന് അള്ളാഹു എഴുതി വയ്ക്കറ. വയുഹത്തു അൻഹു അൽഫു ഖതീഅ,
1000 നല്ലത് എഴുതി വെക്കറಂಟು മാത്രമല്ല ಅವನಾಕಿಯ 1000 ತಪ್ಪರೆ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲಾ ಅವನಿಗೆ ಮಾಫಾಕಿ ಕೊಡುಕರ ಚೊಲ್ದೆ ಇಟ್ಟಿಕರ್. അപ്പോൾ സുബ്ഹാനല്ലാ നങ്ങ വിചാരിച്ചെങ്കിൽ നമുക്ക് ആക്കുക അവരുതായിട്ടിക്കർ അത്ര ഞങ്ങൾ എന്താക്കറ ശൈത്താൻ അതിൽ നിന്നിട്ട് പിറവുകൊമ്പണ്ട. ആ ഹദീസിന്റെ ബാക്കി നാണ് മുന്നോൽ ചൊന്തിന്നല്ലേ നിസ്കാര തുടങ്ങിയ സത്തിക ശൈത്താൻ അവന്റെ മനസ്സിಗೆ ഇങ്ങനെ ബിയാർ ഇട്ട് കൊടുത്തോയിക്കറ ഉദ്കുർ കദ വകദ നീൻ അതര നനപ്പാക്ക്. അപ്പൊ നിസ്കാര തുടങ്ങിയിട്ട് തീർര കൊടുത്തോളം മനസ്സിൽ എന്തെങ്കിലും ദുനിയാവൊരു വിഷയ ഇക്കർ ശൈത്താൻ ഞങ്ങളെ മനസ്സ് കിട്ടുതണ്ട. അങ്ങനെ നിസ്കാര കല്യ സത്തിക്ക് എന്താ വരും അങ്ങ ദുനിയാവൊരു എന്തെങ്കിലും ഒരു ആവശ്യത്തിക്ക് അപ്പമേ സലാം വിട്ടിട്ട് അങ്ങ് എണിച്ചു പോണ്ടത് ചില ആൾമാർ പോണ്ടാർ. പിന്നെ ഞങ്ങൾക്ക് എണിച്ചു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടുണ്ടായെങ്കിൽ നടന്നു പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചൊല്ല അല്ലേ. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഞങ്ങൾക്ക് കാണുക സാധ്യമാവും. വേറെയും ഹദീസ് ഈ വിഷയത്തിൽ വന്നൊരു ഓരോ വക്ത് നിസ്കാരത്തിൽ പിന്നെയും 10 സുബ്ഹാനല്ലാ 10 അൽഹംദുലില്ലാ 10 അല്ലാഹു അക്ബർ അങ്ങനെ ചൊന്നെങ്കിൽ അതിന് ആ ഒരു സ്ഥാനത്ത് അല്ലെങ്കിൽ ആ ഒരു കൂലിക്ക് ഞങ്ങൾക്ക് എത്തിപ്പെടുക സാധ്യമാവും. 33 ചൊന്നെങ്കിൽ അതിരാണ്ടി യാറാവും. അപ്പൊ ഇത് ഞങ്ങൾ ഗൗരവത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കണ വിഷയം ഇട്ടിക്കറ്. ഈ ചൊന്നെ 3 പ്രവർത്തനവും ഞങ്ങൾക്ക് ഈസി ആയിട്ട് ആക്കുക അവരുതായിട്ടിക്കറ് ഞങ്ങൾ വിചാരിച്ചിട്ടായെങ്കിൽ മാത്രം ആക്കുകൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തൗഫീഖ് വേണു അതായിട്ടിക്കറ് ഏറ്റവും പ്രധാനമായ വിഷയം. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ലാസ്റ്റ് ഞാൻ ആഡ് ആക്കാം. പിന്നെ നോക്കൂ ഈ ഹദീസിന്റെ വിഷയത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തല്ലേ ನಾನು ಪಾಠ ചൊന്നെ ഞങ്ങൾ ഏതെങ്കിലും പ്രവർത്തനം ഞങ്ങൾ ആക്കറണ്ടായെങ്കിൽ ഇത് നാണ് ആക്കര അത് അങ്ങനെ ഉണ്ടെങ്കിൽ നാണ് അതാക്കില്ല എന്റല്ല ചിലപ്പോൾ 2-3 ഇബാദത്ത് ഞങ്ങളോട് പഠിച്ച. അപ്പൊ ഇതിൽ നാണ് ഒന്ന് നാണ് ആക്കര ഏത് 5 വക്ത് പള്ളിക്ക് പോകുമ്പോഴത്തേക്ക് നാണ് ഉദു എടുത്ത് പോണ്ടേ. അപ്പൊ അതാക്കരണ്ടേ നക്കൊരുന്നാൾ 5 ഹജ്ജര കൂലി കിട്ടറല്ലേ ബാക്കി നാണ് ആക്കണ്ടേണ്ടല്ല ഒരു മുഅ്മിനായ മനുഷ്യ വിചാരിക്കണായത്. ഞങ്ങൾക്ക് ആക്കുക ആവുറതെല്ലാം ഞങ്ങൾ ആക്കുക ഇട്ടിക്കറ് ഞങ്ങൾ പരിശ്രമിക്കണായത്. അതൊക്കെ ഒരു ഉദാഹരണം നോക്കൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊരു സംഭവം ഉണ്ടായിട്ട് കുറെ സ്വഹാബിമാര് ഫക്കീർമാരായ എങ്കിത്തെ ഫുഖറാ ആയ എങ്കിത്തെ ചില സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നാർ. നബിയുടെ ചൊന്നാർ നബിയ ദഹബ അഹ്ലു ദുസൂരി ബിൽ ഉജൂർ ദുസൂർ പൈസ ഇന്ന ആൾമാരല്ല എല്ലാ പ്രതിഫലവും നബി അങ്ക് കിട്ടിയുണ്ട്. കാരണം എന്താ അങ്ങൾട്ട പൈസ ഉണ്ടു അങ്ങനെ സംബന്ധിച്ചിടത്തോളം യുസല്ലൂന കമാ നുസല്ലി അങ്ങ് നിസ്കരിക്കാർ വയസൂമൂന കമാ നസൂം അങ്ങ് നോമ്പും എടുക്കാർ മാത്രല്ല വലഹും മിൻ ഫദ്ലി അംവാലിൻ യഹുജ്ജൂന ബിഹാ വയഅ്തമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂൻ. നോക്കൂ ഇതിൽ ഞങ്ങൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് 2 വിഷയം ഇവിടെ ഉണ്ട്. അങ്ങനെ നബി തങ്ങളുടെ വന്ന നബി ചില പൈസക്കാരായ സ്വഹാബിമാരുള്ളാറ് അങ്ങൾട്ട അങ്ങ് നിസ്കരിക്കാറ് അങ്ങ് നോമ്പെടുക്കാറ് അതിലൊട്ടിക്ക് അങ്ങൾട്ട പൈസ ഉണ്ട്. ആ പൈസ വെച്ചിട്ട് അങ്ങ് ഹജ്ജും ഉംറയും അതേപോലെ ജിഹാദും സ്വതക്കയും എല്ലാം ആക്കാറ്. അപ്പൊ ആ പ്രതിഫലം എല്ലാം അങ്ക് പോയിട്ട് ഞങ്ങൾക്ക് ആ കൂലി ഇല്ലല്ലേ നബി എന്തിനാക്കര നങ്ങാണ്ട് അതായിട്ടിക്കറ ഞങ്ങളെ കംപ്ലൈന്റ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്തു അലാ ഉഹദ്ദിസുകും ബി അംറിൻ ഞാൻ നിങ്ങൾക്ക് കുറേ വിഷയം ഞാൻ ചൊന്തന്റെ ഇദാ ഇൻ അഖദ്തും ബിഹി അദ്റക്തും മൻ സബഖത്തുക്കും നിങ്ങ ഞാൻ ഈ ചൊന്ന വിഷയം നിങ്ങൾ ആക്കറിട്ടായെങ്കിൽ അങ്ങലാണ്ടി മുന്നോട്ട് പോണു നിങ്ങൾക്ക് സാധ്യ ഉണ്ടു. അങ്ങനത്തെ കുറെ ഇബാദത്ത് കുറെ പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് ചൊന്തന്റെ അയെങ്കില ഇനി അങ്ങ നിങ്ങളെ പോലെ ഈ നിങ്ങൾ ആക്കിയ ഈ അമലും അങ്ങ് ആക്കിയിട്ടായെങ്കിൽ പിന്നെ അത് അങ്ങ് മുന്നോട്ട് പോണ്ടാർ. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് കുറെ അമൽ ഞാൻ നിങ്ങൾക്ക് ചൊന്തന്റെ എന്തിനാ അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊത്തു തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33 എന്തിരെ ആ പൈസ ഇന്ന സ്വഹാബിമാർ ഹജ്ജും ഉംറയും ജിഹാദും സദഖയുമാക്കിയ എല്ലാ കൂലിയും നിങ്ങൾക്ക് കിട്ടുക നീ എന്തിനാക്കണ്ട 24 ഗಂಟೆ നിന്റെ നിസ്കരിക്കൊണ്ടുണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്. ജാവു ഫുള്ള് നിന്റെ നിസ്കരിക്കൊണ്ടും അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നത്. എല്ലാ നിസ്കാരത്തിൽ പിന്നെയും 33 സുബ്ഹാനല്ലാ നിങ്ങൾ ചൊല്ലറുണ്ട്. അപ്പൊ സ്വഹാബിരങ് അതെല്ലാം കേട്ടാർ 33 സുബ്ഹാനല്ലാ 33 അൽഹംദുലില്ലാ 33 അല്ലാഹു അക്ബർ എല്ലാവരും ഈസി ആയിട്ട് ആക്കുക അവരത്. അത് ഒരു വലിയ ഭംഗമുള്ള ഇബാദത്തൊന്നുമല്ല. ഇത് നിങ്ങൾ ആക്കറുണ്ട്. ഇത് നിങ്ങൾ ആക്കിയിട്ടുണ്ടായെങ്കിൽ ആ പൈസക്കാരായ സ്വഹാബിമാർ അങ്ങ് ഹജ്ജാക്കിയതും അങ്ങ് ഉംറ ആക്കിയതും അങ്ങ് ജിഹാദ് ആക്കിയതും അങ്ങ് സ്വതക്ക ആക്കിയതും അതിന് എല്ലാ കൂലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു കൊടുത്തു. ഈ സ്വഹാബിരങ്ങ് ഇതാക്കുക സ്റ്റാർട്ട് ആക്കിയാർ. ഈ സ്വഹാബിരങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊന്നു കൊടുത്തുണ്ട് ഗൊന്തായപ്പ ആ പൈസക്കാരായ സ്വഹാബിരങ്ങ് ഞങ്ങളെ പോലെ വിചാരിച്ചില്ല എന്തിര് ആ ഞങ്ങൾ ഇതെല്ലാം ആക്കറല്ല അങ്ക് നബി തങ്ങ് അത് ചൊന്നു അങ്ങ് അതാക്കട്ട് ഞങ്ങൾ ഇതാക്കറണ്ടല്ല അങ്ങ് വിചാരിച്ചു.
ആ സ്വഹാബിരങ്ങ ഇതുമാക്കുക സ്റ്റാർട്ടാക്കിയാർ. അപ്പൊ ഈ ഫക്കീർമാരായ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദല വന്നാർ. മുഹാജിർമാരായ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന് ചൊന്നാറ്, സമിഅ ഇഖ്വാനുനാ അഹ്ലുൽ അംവാൽ, ഞങ്ങളെ ആ പൈസക്കാരായ സ്വഹാബിരങ്ങളുള്ള അങ്ങ കേട്ടാർ, ബിമാ ഫഅൽന, ഞങ്ങ ആക്ര ഈ പ്രവർത്തനത്തെ അങ്ങ കേട്ടിട്ട് ഫഫഅലു മിസ്ലഹു, അങ്ങും ഇതാക്കുക സ്റ്റാർട്ടാക്കിയാർ നബിയെ. അപ്പൊ അങ്ങ ഞങ്ങളാಂಟಿ മുന്നോലായാറല്ല, അങ്ങലാಂಟಿ മുന്നോലാവുക വേണ്ടിയിട്ടിക്കറി ഇങ്ങ ഫസ്റ്റ് ബന്ത് ಕಂಪ್ಲೇಂಟ್ ചൊന്നു. അപ്പൊ നബി തങ്ങ ഒരു സൊല്യൂഷൻ ചൊന്നു, നിങ്ങൾ 5 നിസ്കാരത്തിൽ പിന്നെയും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലറു, അപ്പൊ നിങ്ങൾക്ക് അങ്ങലാಂಟಿ മുന്നോട്ട് പോകണ സാധ്യത ഉണ്ട്. ഇത് കേട്ടപ്പോ ആ സ്വഹാബിരങ്ങ അങ്ങും എന്താക്കിയാറ്, ഇതാക്കുക സ്റ്റാർട്ടാക്കിയാർ. ഇത് രണ്ടാമത്തെ ബദലെ ಕಂಪ್ಲೇಂಟ್ ആക്കുക ഈ സ്വഹാബിരങ്ങ ബന്നാർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു, ദാലിക ഫദ്ലുല്ലാഹി യുതി മൻ യശാ, അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ചില ആൾമാർക്ക് അല്ലാഹു കൊടുക്കുന്ന ഫളലായിട്ടിക്കറ്. അതിൽ നിങ്ങൾ എന്താക്കുക ആവശ്യകത ഇല്ല, നിങ്ങൾ ಕಂಪ್ಲೇಂಟ್ ചൊല്ലുற ആവശ്യകത ഇല്ല ചൊന്ത സ്വഹാബിരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറവ് കൊടുത്തു. അപ്പൊ ഈ ഹദീസിൽ 2 വിഷയമുണ്ട്. ഒന്നാമത്തേത് ഈ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വല്ലാഹു അക്ബർ 5 നേരത്തെ നിസ്കാരത്തിൽ പിന്നെ ഞങ്ങൾ ചൊല്ലുമ്പത്തുകു ഹജ്ജും ഉംറയും ആക്കിയ കൂലി ഉണ്ടു ചൊല്ലത് ചില ഉലമാക്കന്മാർ ഈ ഹദീസിൽ നിന്നിട്ട് പിന്നെ ഇസ്തിംബാത്താക്കിയാർ, അല്ലെങ്കിൽ ഈ ഹദീസിൽ നിന്നിട്ട് ചില ഉലമാക്കന്മാർ ഞങ്ങൾക്ക് പിടിപ്പാട്ടുറാർ. രണ്ടാമത്തേത് സ്വഹാബിരങ്ങളെ ആ ഒരു മനസ്സ് എങ്ങനെ ചൊല്ലത് കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമുണ്ട്. ഇതാക്കറല്ലേ ചൊന്ത അതാക്കാണ്ട് സ്വഹാബിമാർ എന്നിട്ടില്ല, അങ്ങ ആക്കുക ആ ഒരു ഇതെല്ലാം മാക്സിമം ആക്കുക ഇട്ടിക്കറ് സ്വഹാബിമാർ പരിശ്രമിച്ചേ ചൊന്തൂടിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യം. അപ്പൊ ഇതെല്ലാം നോക്കൂ, എത്ര ടൈം വേണു സ്കരിച്ചൽ പിന്നെ ഞങ്ങ സ്കരിച്ചെങ്കമേ മൊബൈൽ എടുக்கிற ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ചെറിയ ടൈം ഞങ്ങൾ ഒരു 5 മിനിറ്റ് നിസ്കരിച്ചാൽ പിന്നെ ഇതിക്ക് വേണ്ടി സ്പെൻഡ് ആക്കിയ മയ്യോ. ഇനി ഞങ്ങൾ ബിസി ഉണ്ടെങ്കിൽ അവിടെ എണിച്ചിട്ട് ഞങ്ങൾ കാറിൽ പത്തിട്ട് പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്താക്കാം, ഞങ്ങൾക്ക് ചൊല്ലാം. നടന്നുകൊണ്ട് ഔത്തുക്ക് പോകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചൊല്ലാം. അത്ര കൂലി എന്താ ഇട്ടിക്കറ്, വലിയ കൂലി ഇട്ടിക്കറ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചേ ചൊന്ത് ഇതിൽ നിന്നിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യം. ഒരിക്കലും അതിനെ ഞങ്ങൾ നഷ്ടപ്പെടുത്തുക തീരാം. അത് കിട്ടിയ ആൾമാരെ കൂട്ടത്തിൽ പെടുകു ഞങ്ങൾ ഓരോരുത്തരും പരിശ്രമിക്കണു ചൊന്ത ഇട്ടിക്കൂടെ മനസ്സിലാക്കൂല. നോക്കറി ഇനി 6ാമത്തെ വിഷയം എന്താ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു, എല്ലാ വെള്ളിയാഴ്ച രണ്ടും നിങ്ങൾക്ക് ഈ ഒരു കൂലി കിട്ടുകയില്ലെങ്കിൽ തുറവസര നബി തങ്ങ ചൊല്ലു, ഇന്നലക്കും ഫീ കുല്ലി ജുമുഅത്തിൻ ഹജ്ജത്തുൻ വ ഉംറ, എല്ലാ വെള്ളിയാഴ്ച രണ്ടും നിങ്ങൾക്ക് ഒരു ഹജ്ജും ഉംറത്തെ കൂലി കിട്ടുകയുള്ള അവസരം ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. എല്ലാ വെള്ളിയാഴ്ച രണ്ടും എന്തിനാ ഈ എല്ലാ വെള്ളിയാഴ്ച രണ്ടും ഹജ്ജ് ഉംറ കിട്ടുകയുള്ള അവസരം നബി തങ്ങ ചൊന്തു, ഫൽ ഹജ്ജത്തു അൽ ഹജീറു ലിൽ ജുമുഅ, ഹജ്ജറ കൂലി അങ്ങനെ കിട്ടേ ജുമുഅത്തുക്ക് തെല്ല് വേഗം പോണ്ടേണ്ട്. വെള്ളിയാഴ്ച അല്ലേ ഫ്രീ അല്ലേ ചൊന്ത് ചന്ത വരങ്ങിട്ട് ഖുത്ബ സ്റ്റാർട്ടാവുമ്പോഴത്തേക്ക് പള്ളിക്ക് എത്തരല്ല, അല്ലെങ്കിൽ നിസ്കാരം സ്റ്റാർട്ടാവുമ്പോൾ പള്ളിക്ക് എത്തരല്ല, തെല്ല് ಬೇಗ പള്ളിക്ക് പോകണം. ആ കൂലി എന്തിരെ ഒരു ഹജ്ജാക്കിയതിരെ കൂലി നിങ്ങൾക്ക് ഉണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. ഇനി ഉംറാക്കിയ കൂലി എങ്ങനെ, ഇന്തിലാറുൽ അസ്രി ബഅദൽ ജുമുഅ, ജുമുഅത്തിൽ പിന്നെ അസ്ർ തോല നിങ്ങൾ ഇൻ കേസ് പള്ളിയിൽ നിങ്ങൾ ദയിക്കിറാറാ ദച്ചെങ്കിൽ നിങ്ങൾക്ക് ഉംറാക്കിയ കൂലി ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ച രണ്ടും ഉള്ള ഒരു അവസരം ഇട്ടിക്കരുത്. സുബ്ഹാനല്ലാഹ് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിൽ ഞങ്ങൾക്ക് കൂലി കിട്ടുകയുള്ള എത്ര ചാൻസസ് ആയിട്ടിക്കറ് ഇസ്ലാം ഞങ്ങൾക്ക് കൂടെ തണ്ടത്. ഇതെല്ലാം ആൾമാർ ആക്കുക ഇട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിരുന്നത്. ആയെങ്കിലാ പാട്ട് നാണ ചൊന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നതുപോലെ ആ ഹദീസിൽ നബി തങ്ങൾ ചൊല്ലു, ഒരു നാളില് 1000 പ്രതിഫല കിട്ടുക നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ട്. ആയെങ്കിലാ വമൻ യഅമലു ബിഹിന്ന ഖലീൽ, ആയെങ്ക അത് അമലാക്കരങ്ങ ഭാരി കൊറോടിയുണ്ട്. കാരണം എന്തേ, പല കാരണം കൊണ്ടിട്ടും അതിൽ ഒന്നാമത്തെ കാരണ ഞാൻ ചൊന്ന ഇട്ടിക്കർ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് എന്താവില്ല ആക്കുക ആവാത്തത് കൊണ്ട് ഇട്ടിക്കർ. അപ്പം അത് വലിയ ഗൗരവത്തിൽ ഞങ്ങൾ ശ്രദ്ധിക്കണ എനിക്കത്തെ ഒരു വിഷയ ഇട്ടിക്കർ. 7ാമത്തെ വിഷയ ഇൽമു പഠിക്കുക വേണ്ടിയിട്ട് തയ്യാറാവുന്ന ആൾമാരെ സംബന്ധിച്ചിടത്തോളം, ഇൽമുരെ മജ്ലിസിൽ പാർട്ടിസിപ്പേറ്റ് ആക്കറങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ക് ഒരു ഹജ്ജാക്കിയ കൂലി കിട്ടുകയുള്ള അവസരം നബി തങ്ങ ചൊല്ലു. മാത്രം എങ്ങനെ, മൻ ഗദാ ഇലൽ മസ്ജിദ്, ഒരാൾ പള്ളിക്ക് പോയ ലാ യുരീദു ഇല്ല അൻ യതഅല്ലമ ഖൈറ, പള്ളിക്ക് പോയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഖൈറ് പഠിക്കുക വേണ്ടിയിട്ടായിട്ട് പോയത്. ഇതിലെ ഉലമാക്കന്മാർ സാധാ ഇങ്ങനെ ഉള്ള ഇൽമിയായ ക്ലാസ്സും അതേപോലെ മജ്ലിസുകള ബാധക ആവുടുണ്ടും ഇല്ലാണ്ടും ചെന്ന് ഉലമാക്കന്മാരെന്നെ കാണുക സാധ്യം. ഏതെങ്കിലും ഞങ്ങ അത് ആഗ്രഹിക്ക കൂലി ദണ്ഡവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടിക്ക. ഏതെങ്കിലും ഹദീസിൽ ചൊന്നത് ഒരാൾ പള്ളിക്ക് പോകേണ്ടി ഈ കൂലി കിട്ടുക വേണ്ടിയിട്ട്, കാന ലഹു കഅജ്രി ഹാജിൻ താമൻ ഹജ്ജത്തുഹു, അവനുകു പരിപൂർണമായ ഒരു ഹജ്ജാക്കിയ ഒരാളുടെ കൂലിയുണ്ട്. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ ഞങ്ങൾക്ക് ഇവിടെ ചാൻസസ് ഉണ്ട്, അവസരമുണ്ട്, ഞങ്ങൾ യൂസ് ആക്കറിട്ടായി.
ഇവിടെ പള്ളിയിൽ ഖുർആൻ പഠിக்கிறതായ ഹലക്ക ഇത്രമാ ഇവിടെ ഞങ്ങൾക്ക് വെണ്ടെത്ര ഉണ്ട് പള്ളിയിൽ ബെല്ലി അങ്ക് പഠിപ്പാടുന്നതും ചെറിയ അങ്ക് പഠിപ്പാടുന്നതും എല്ലാം ഉണ്ട്. അതേപോലെ പള്ളിയിൽ ഞങ്ങൾ ഹുത്തുബ കേൾക്കുക പോകണ്ട, ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഒരു നിയത്ത് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ പള്ളിയിൽ എല്ലാ ചില നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ചില ക്ലാസ്സസ് അല്ലെങ്കിൽ അതിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ആക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ അവിടെ എല്ലാം ഞങ്ങൾക്ക് ഈ വലിയ കൂലി കിട്ടുകയെങ്കിലത്തെ സാധ്യത ഉണ്ട്. അത് ഞങ്ങൾ ആരും നഷ്ടപ്പെടുത്തുക തീരാച്ചു തൈറ്റിക്കರು ಕೂಡ ನಂಗೆ ನೆನಪಾಕುಲ್ಲ. ನೋಕರು ಪಿನೊಂದೆಂದರೆ ಪಿನೊಂದು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ഒലിമാമത്തതായിട്ട് പഠിപ്പാട്ട് ബിർറുൽ വാലിദൈൻ അബ്ബ ഉമ്മരെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്ന ആൾമാരെ സംബന്ധിച്ചിടത്തോളം അങ്ക് ഒരു കൂലിയുണ്ട്. എന്തരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ഒരു സഹാബി വന്ന് നബിയെ നാന് ജിഹാദിക്ക് പോണുക ഉദ്ദേശിക്കുന്ന എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കേക്കറ് ആ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കേക്കറ് നിന്റെ അബ്ബ ഉമ്മ ഉണ്ടാ നക്ക് ജിഹാദാക്കുക മനസ്സുണ്ട് നിങ്ങൾട്ടാണ് ബണ്ട് വല അഖ്ദിറു അലൈ ആയെങ്കിൽ നക്ക് പല കാരണം കൊണ്ടിട്ടും നക്കത് ആക്കുകയില്ല. അഥവാ നക്ക് ജിഹാദിക്ക് പറഞ്ഞു പക്ഷേ നക്കത് എന്താക്കാവില്ല, ചില കാരണം കൊണ്ട് നക്കത് സാധ്യമാവില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേക്കറ് ഹൽ ബഖിയ വാലിദൈക അഹദ് അൽ ബഖിയ മിൻ വാലിദൈക അഹദ് നിന്റെ അബ്ബ ഉമ്മ ആരെങ്കിലും ഉള്ളാരാ? അപ്പൊ അയാൾ ചൊല്ലു ഉമ്മി നന്റെ ഉമ്മ ഉണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു ആ ഉമ്മരെ വിഷയത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കോറും, ആ ഉമ്മരെ ബിർറ ആ ഉമ്മരെ നല്ലതാക്കോർ നിങ്ങ അങ്ങനെ ആക്കിയിട്ടായെങ്കിൽ ഫൈൻ ഫൈദാ ഫഅൽത ദാലിക് അതാക്കിയിട്ടായെങ്കിൽ ഫഅൻത ഹാജുൻ വമുഅ്തമിറുൻ വമുജാഹിദുൻ. സുബ്ഹാനല്ലാഹ്. അബ്ബ ഉമ്മരെ വിഷയത്തിൽ നിങ്ങ അങ്ങ് ചൊന്ന പോലെ കേൾക്കുന്നതും അതേപോലെ അങ്ക് നല്ലതാക്കുന്നതും ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾ ഹജ്ജാക്കിയാലെ ഇട്ടിക്കറ് വമുഅ്തമിർ ഉംറാക്കിയാലെ കൂലി നിങ്ങൾക്ക് കിട്ടറ് വമുജാഹിദ് ഒരു ജിഹാദാക്കിയാലെ കൂലി നിങ്ങൾക്ക് കിട്ടറ്. فإذا رضيت عنك أمك فاتق الله وبرها. നിന്റെ ഉമ്മ നിങ്ങളെ വിഷയത്തിൽ തൃപ്തിയിലുണ്ടു അല്ലെങ്കിൽ ഈ വിഷയം ശ്രദ്ധിച്ചിട്ടുണ്ടായെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഹജ്ജും ഉംറയും അതേപോലെ ജിഹാദുമാക്കിയ കൂലിയുണ്ടു ചൊത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അപ്പൊ ഇങ്ങനെ 8 വിഷയമായിട്ടിക്കറ് ഇൻഷാ അല്ലാഹ് ഒലിമ്പ വിഷയമായിട്ടിക്കറ് ഞങ്ങൾ പഠിച്ചത്. ഈ ഒലിമ്പ വിഷയം ചൊന്നതും ഈസി ആയിട്ട് ഞങ്ങളെ ദൈനംദിന ജീവനത്തിൽ ഞങ്ങൾക്ക് ആക്കുകത്തെ പ്രവർത്തന ഇട്ടിക്കറ്. ഞങ്ങൾ ഒന്നു ഞങ്ങൾക്ക് നീയത്ത് വേണു ഇതാക്കണു ചൊല്ലതായി നീയത്ത്. രണ്ടാമത്തെ അള്ളാഹുരട്ട ഞങ്ങൾ ദ്വാർക്കണം അള്ളാഹു നിനക്ക് തൗഫീക്ക് തരണു ചൊല്ലിട്ട് ദ്വാ. ഓരോ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ അള്ളാഹുട്ട ഞങ്ങൾ ദ്വാർക്കണം. വെറുതെ ഒരു ക്ലാസ് കേട്ടിട്ട് പോകണ്ടല്ല. ഈ ഇണ്ടത്തെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് അമലാക്കുള്ള എന്തിരല്ല ഉണ്ടു അല്ലെ ക്ലാസ് ഞങ്ങൾ കേൾക്കുറെന്തെങ്കിൽ ഞങ്ങളെ ജീവനത്തിൽ ചേഞ്ചസ് കൊമ്പറകൈട്ടിക്കറ് അല്ലാണ്ട് വെറുതെക്ക് ഞങ്ങൾ ക്ലാസ് ആരും കേൾക്കറല്ല. അപ്പൊ ആ ക്ലാസ് ഞങ്ങൾ കേട്ടു പോകുമ്പോൾ ഞങ്ങൾ ചിന്തിക്കണം എന്തിന് ഇണ്ടത്തെ ക്ലാസ്സിൽ എൻ്റെ ലൈഫിൽ ചേഞ്ചസ് കൊമ്പറിനായി എന്തെല്ലാം വിഷയം ഉണ്ടു അത് ഞങ്ങൾ ഒന്ന് നോട്ടാക്കണം. നോട്ടാക്കിയിട്ട് അള്ളാഹുട്ട ഞങ്ങൾ ദ്വാർക്കണം അള്ളാഹു ഇതെല്ലാം എൻ്റെ ജീവനത്തിൽ കൊമ്പറകു നീ തൗഫീക്ക് തരണു റബ്ബേട്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ആ പഠിക്കുന്നത് കൊണ്ടിട്ടും കേൾക്കുന്നത് കൊണ്ടിട്ടും ഒരു ഫായ്ദയില്ല. ഇവിടെ വന്ന് തെച്ച് ഒരു ഗಂಟ ഞങ്ങൾക്ക് വേസ്റ്റ് ആവുറുണ്ടല്ലാണ്ട് അള്ളാഹുര മുട്ട പ്രത്യേകിച്ചിട്ട് ಅದಕ್ಕೆ കൂലി എന്തുമില്ല. ഒരു ഇൽമര സദസ്സിൽ തെച്ചേ ആ ഒരു പ്രതിഫല കിട്ടു അല്ലാണ്ട് ಬೇರೆಂದುം ಅದಕ್ಕೆ ചൊന്നതായ പ്രതിഫല ഞങ്ങൾക്ക് കിട്ടല. കാരണം എന്ത് ഞങ്ങൾ വെറുതെ കേട്ടിട്ട് പോയിട്ടുള്ളേ അങ്ങനല്ല അതൊരു ചേഞ്ചസ് സുഖം. പിണ്ട് ഞങ്ങൾ കുറേ വിഷയം ഞങ്ങൾ പഠിച്ച ഇതെല്ലാം ചിലതെല്ലാം ഞങ്ങൾ ആക്കരുതേ ഇട്ടിക്കും അല്ല ചിലത് ഞങ്ങൾ ഒന്ന് തെല്ല് പ്ലാൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഞങ്ങൾക്ക് ആക്കുക ഒരു ഇതിൽ കുറേ വിഷയം. അപ്പം ഞങ്ങൾ ഒരു പ്ലാൻ ആക്കണം ഇത് എങ്ങനെ എല്ലാ നാളിലും ഞങ്ങൾക്ക് ഇത് എങ്ങനെ ആക്കാം നക്ക് എങ്ങനെ ആക്കുക സാധ്യ ഒരു പ്ലാൻ ആക്കിയിട്ട് ഞങ്ങൾ പരിശ്രമിക്കണം ചൊന്തൈറ്റിക്കറ് നക്ക് നിങ്ങളൊട്ടിക്ക് നെനപ്പാക്കുള്ളത് ഇൻഷാ അല്ലാഹ്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ വർഷ ഹജ്ജ് ആക്കിയതായ എല്ലാവർക്കും പരിപൂർണമായ ആ ഹജ്ജിറെ കൂലി കിട്ടുകയുള്ള തൗഫീഖ് അല്ലാഹു അങ്ങ് കൊടുക്കട്ടെ. ആ ഹജ്ജിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾമാർക്ക് ഇനി അത് ആക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുക റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات.